ഇന്ന് SBI ആണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റോക്ക്. ബാങ്കിങ് സെക്ടറിലെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ആണ് ഞാൻ പറയുന്നത്. ബാങ്കിങ് സെക്ടറിനകത്ത് ഇപ്പോൾ ബോണ്ട് ഈൽഡ്, അതായത് ഗവൺമെന്റ് ബോറോയിങ്സ് ഇപ്പം കൂടി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ത്രെറ്റ്. അത് പബ്ലിക് സെക്ടറിന്റെ നെറ്റ് NIM, അതായത് നെറ്റ് മാർജിൻ, അത് കുറയ്ക്കാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള പലതുകൊണ്ട് കറന്റ് ക്രെഡിറ്റ് ഗ്രോത്ത് ഹയസ്റ്റ് ആണ്. NPA റെക്കോർഡ് ലോയിലാണ്. RBI ഇൻഫ്യൂഷൻ ചെയ്യുന്നുണ്ട്, ഏകദേശം 1 lakh crore ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഡോളർ സ്വാപ്പ് 10 ബില്യൺ റുപ്പിയുടെ, ഇത് 2 ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. പിന്നെ വേരിയബിൾ റേറ്റ് റിപ്പോ ആയിട്ട് 25,000 crores ഓപ്ഷൻ ജാനുവരിയിൽ നടന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട്. MSMEയിൽ 10,000 crores ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് 12.22 lakhs. അതിനകത്ത് RBIയുടെ പ്രോഫിറ്റ് 3.16 lakh crore സപ്പോർട്ടുണ്ട്. ഈ പ്രൈവറ്റൈസേഷൻ നടക്കുമ്പോൾ ബാങ്ക്സിന്റെ ലോൺ ഏകദേശം ഒരു 20% വരെ ഈ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്. ലീൻ ആയിട്ടുള്ള ബാങ്കുകൾക്ക് സ്കോപ്പ് കൂടും. ഇനീഷ്യലായിട്ട് ഒരു 1 or 2 ക്വാർട്ടറിൽ ഒരു നോർമൽ ഗ്രോത്തും, അതിനുശേഷം നല്ലൊരു ഗ്രോത്തിലേക്കും ക്രെഡിറ്റ് കൊണ്ട് വളരാവുന്നതിന് നല്ലൊരു ഗ്രോത്തിലേക്കാണ് വരാൻ സാധ്യത. അപ്പോൾ HDFC, ICICI, SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് മുതലായവയെല്ലാം സ്കാനറിലിടുക. ഒരു സെമി രജിസ്റ്റേർഡ് അഡ്വൈസറുടെ അഡ്വൈസോടുകൂടി ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്ത് ഇതിനകത്തേക്ക് ഒരു എൻട്രി പോയിന്റ് സൂട്ടബിൾ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ മുന്നേറുക. താങ്ക് യു. കമന്റ്സ് ആവാം, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം വെൽക്കം ചെയ്യുന്നു. വീക്കെൻഡിലെ സ്ട്രാറ്റജിയെക്കുറിച്ച്, സ്റ്റോക്ക് ഇൻവെസ്റ്റ് സ്ട്രാറ്റജിയെക്കുറിച്ച് ഉണ്ടാവും.